JSW സ്റ്റീൽ ലിമിറ്റഡ്. JSW സ്റ്റീൽ ലിമിറ്റഡ് മുംബൈ ആസ്ഥാനമായുള്ള ഒരു ഇന്ത്യൻ ബഹുരാഷ്ട്ര സ്റ്റീൽ നിർമ്മാതാവാണ്. JSW ഗ്രൂപ്പിന്റെ ഒരു മുൻനിര കമ്പനിയാണ്. ഭൂഷൺ പവർ സ്റ്റീൽ, ഇസ്പാത് സ്റ്റീൽ, ജിൻഡാൽ വിജയനഗർ സ്റ്റീൽ ലിമിറ്റഡ് എന്നിവയുടെ ലയനത്തിനു ശേഷം JSW സ്റ്റീൽ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ സ്വകാര്യ മേഖലയിലെ സ്റ്റീൽ കമ്പനിയായി മാറി. ജനറൽ ഇൻഫർമേഷൻ. ടെക്നിക്കൽ പെർഫോമൻസ്. ഷെയർ ഹോൾഡിംഗ്. പ്രൊമോട്ടർ 44.81%, പബ്ലിക് 18.3%, DAI 11.3%, FII 25.52%. ഇമ്പോർട്ടന്റ് റേഷ്യോസ്. നെറ്റ് പ്രോഫിറ്റ് 9145, ഏണിംഗ് പെർ ഷെയർ 36.34, റേഷ്യോസ് 11.34. ടെക്നിക്കൽ ലെവൽസ്. ഓൾ ടൈം ഹൈ 1063, 52 വീക്സ് ഹൈ 1063, ലാസ്റ്റ് വീക്ക് ഹൈ 1063. JSW സ്റ്റീലിന്റെ ഓഹരി 2024 ഒക്ടോബറിൽ സ്റ്റോക്ക് സമ്മർദ്ദത്തിലാണ്. മെറ്റൽ, വ്യാവസായിക മേഖലകൾ ആദ്യകാല വ്യാപാരത്തിലെ ഇടിവിന് നേതൃത്വം നൽകുന്നു. ഇത് വിശാലമായ വിപണിയിലുടനീളം നെഗറ്റീവ് വികാരത്തിന് കാരണമാകുന്നു. ടാറ്റ സ്റ്റീൽ, ജിൻഡാൽ സ്റ്റീൽ തുടങ്ങിയ മറ്റ് കമ്പനികൾ ഉൾപ്പെടെ ലോഹമേഖലയെ ബാധിക്കുന്ന വിശാലമായ പ്രവണതയുടെ ഭാഗമാണ് ഈ ഇടിവ്. സ്റ്റോക്കിന്റെ സമീപകാല പ്രകടനം മിക്സഡ് ട്രെൻഡുകൾ കാണിക്കുന്നു. സാങ്കേതിക സൂചകങ്ങൾ മുൻകാല ഉയർച്ചയ്ക്ക് ശേഷം ഒരു റിവേഴ്സൽ സാധ്യതയെക്കുറിച്ച് സൂചന നൽകുന്നു. എന്നിരുന്നാലും വിപണി വികാരം ദുർബലമായി തുടരുകയാണെങ്കിൽ കൂടുതൽ ഇടിവ് സാധ്യമാണ്. പ്രെഡിക്ഷൻ. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഗുജറാത്ത് സ്റ്റേറ്റ് ഫെർട്ടിലൈസറുകളും കെമിക്കൽസ് ലിമിറ്റഡ്. ഗുജറാത്ത് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഇന്ത്യൻ രാസവള നിർമ്മാതാക്കളാണ് ഗുജറാത്ത് സ്റ്റേറ്റ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡ്. അഹമ്മദാബാദ് വഡോദര എക്സ്പ്രസ്വേയിൽ വഡോദരയിലാണ് GSFCയുടെ ആസ്ഥാനം. 1962 സ്ഥാപിതമായത്. 2021-22 സാമ്പത്തിക വർഷത്തിലെ കണക്കനുസരിച്ച് ഡേമോണിയം ഫോസ്ഫേറ്റ്, അമോണിയം സൾഫേറ്റ്, യൂറിയ തുടങ്ങിയ വളങ്ങൾ കമ്പനിയുടെ വരുമാനത്തിന്റെ 60%-ലധികം സൃഷ്ടിച്ചു. അതേസമയം കാപ്രോലക്ടം, നൈലോൺ 6, മെലാമൈൻ, MEK ഓക്സൈം എന്നിവയുൾപ്പെടെയുള്ള വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ബാക്കി വിഹിതം നൽകി. ജനറൽ ഇൻഫർമേഷൻ. ടെക്നിക്കൽ പെർഫോമൻസ്. ഷെയർ ഹോൾഡിംഗ്. പ്രൊമോട്ടർ 37.84%, പബ്ലിക് 38.28%, DII 10.57%, FII 13.31%. ഇമ്പോർട്ടന്റ് റേഷ്യോസ്. നെറ്റ് പ്രോഫിറ്റ് 555, ഏണിംഗ് പെർ ഷെയർ 14.16, റേഷ്യോസ് 4.43. ടെക്നിക്കൽ ലെവൽസ്. ഓൾ ടൈം ഹൈ 322, 52 വീക്സ് ഹൈ 322, ലാസ്റ്റ് വീക്ക് ഹൈ 224. ഗുജറാത്ത് സ്റ്റേറ്റ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡിന്റെ സമീപകാല പ്രകടനം സമ്മിശ്രമാണ്. ഇത് ചില വെല്ലുവിളികളെ പ്രതിഫലിപ്പിക്കുന്നു. 2023-24 സാമ്പത്തിക വർഷത്തിൽ നികുതിക്ക് ശേഷമുള്ള ലാഭത്തിൽ 56% ഇടിവ് കമ്പനി റിപ്പോർട്ട് ചെയ്തു. ഇത് മുൻ വർഷത്തെ അപേക്ഷിച്ച് 555 കോടി രൂപയായി കുറഞ്ഞു. ഈ തകർച്ച വിവിധ ഘടകങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വരുമാനം 19% കുറഞ്ഞു, ബാധ്യതകൾ 24%-ലധികം വർദ്ധിച്ചു. GSFC അതിന്റെ സാമ്പത്തിക പ്രകടനത്തിൽ തിരിച്ചടി നേരിടുന്നു. എന്നാൽ അതിന്റെ സ്റ്റോക്ക് കഴിഞ്ഞ ഒരു വർഷമായി പ്രതിരോധം കാണിക്കുന്നു. കമ്പനിയുടെ ആസ്തി അടിത്തറയും വിപണി സാന്നിധ്യവും ശക്തമായി നിലനിൽക്കുമെങ്കിലും കമ്പനിയുടെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ലാഭക്ഷമതയും വർദ്ധിച്ചുവരുന്ന ബാധ്യതകളും നിക്ഷേപകർ പരിഗണിക്കേണ്ടതുണ്ട്. പ്രെഡിക്ഷൻ. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. കാസ്ട്രോൾ ഇന്ത്യ ലിമിറ്റഡ്. കാസ്ട്രോൾ ഇന്ത്യ ലിമിറ്റഡ് ഒരു ഓട്ടോമോട്ടീവ്, വ്യാവസായിക ലൂബ്രിക്കന്റ് നിർമ്മാണ കമ്പനിയാണ്. ഇന്ത്യൻ ലൂബ്രിക്കന്റ് വിപണിയിലെ ഓട്ടോമോട്ടീവ്,
വ്യാവസായിക ലൂബ്രിക്കന്റുകളുടെ രണ്ടാമത്തെ വലിയ നിർമ്മാതാക്കളാണ് കാസ്ട്രോൾ ഇന്ത്യ. കൂടാതെ മൊത്തത്തിലുള്ള ഇന്ത്യൻ ലൂബ്രിക്കന്റ് വിപണിയിൽ ഏകദേശം 20% വിപണി വിഹിതം സ്വന്തമാക്കി. ഇത് കാസ്ട്രോൾ ലിമിറ്റഡ് യുകെയുടെ ഭാഗമാണ്. 70,000 റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾക്ക് സേവനം നൽകുന്ന 270 വിതരണക്കാരുമായി നെറ്റ്വർക്ക് ചെയ്ത 5 നിർമ്മാണ പ്ലാന്റുകൾ ഇതിനുണ്ട്. ജനറൽ ഇൻഫർമേഷൻ. ടെക്നിക്കൽ പെർഫോമൻസ്. ഷെയർ ഹോൾഡിംഗ്. പ്രൊമോട്ടർ 51%, പബ്ലിക് 22.9%, DAI 16.11%, FAI 9.98%. ഇമ്പോർട്ടന്റ് റേഷ്യോസ്. നെറ്റ് പ്രോഫിറ്റ് 864, ഏർണിംഗ് പെർ ഷെയർ 8.74, റേഷ്യോസ് 40.72. ടെക്നിക്കൽ ലെവൽസ്. ഓൾ ടൈം ഹൈ 284, 52 വീക്സ് ഹൈ 284, ലാസ്റ്റ് വീക്ക് ഹൈ 247. കാസ്ട്രോൾ ഇന്ത്യയുടെ സ്റ്റോക്ക് വിലയിൽ അടുത്തിടെ ഇടിവ് രേഖപ്പെടുത്തി. കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് 16% ഇടിവ്. കഴിഞ്ഞ ആഴ്ചയിൽ മാത്രം 10%-ലധികം ഇടിവാണ് സ്റ്റോക്കിലുണ്ടായത്. കാസ്ട്രോൾ ഇന്ത്യ ഹ്രസ്വകാല സമ്മർദ്ദം നേരിടുന്നുണ്ടെങ്കിലും പ്രാഥമികമായി വിപണിയിലെ ചാഞ്ചാട്ടം കാരണം അതിന്റെ ശക്തമായ സാമ്പത്തിക നിലയും ദീർഘകാല നേട്ടങ്ങളും സൂചിപ്പിക്കുന്നത് അതിന്റെ മേഖലയിൽ ശക്തമായ ഒരു സ്റ്റോക്കായി തുടരുന്നു എന്നാണ്. 2024 ഒക്ടോബറിൽ റിലീസ് ചെയ്യാൻ ഷെഡ്യൂൾ ചെയ്ത് വരാനിരിക്കുന്ന ത്രൈമാസ ഫലങ്ങൾ നിക്ഷേപകർ നിരീക്ഷിക്കണം. പ്രഡിക്ഷൻ. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. കൺക്ലൂഷൻ. JSW സ്റ്റീൽ, GSFC, കാസ്ട്രോൾ ഇന്ത്യ എന്നിവയുടെ ഓഹരികൾ വ്യത്യസ്ത ഘടകങ്ങൾ കാരണം ഇടിവ് നേരിടുന്നു. ശക്തമായ ദീർഘകാല പിന്തുണ ഉണ്ടായിരുന്നിട്ടും JSW സ്റ്റീൽ 1.98% കുറഞ്ഞു. വരുമാനത്തിലെ ഇടിവും പ്രവർത്തനപരമായ വെല്ലുവിളികളും ചേർന്ന് ലാഭത്തിൽ 56% ഗണ്യമായ ഇടിവ് GSFCയെ ബാധിച്ചു. കാസ്ട്രോൾ ഇന്ത്യ കഴിഞ്ഞ മാസത്തിൽ 16% കുത്തനെ ഇടിവ് കാണിക്കുന്നുണ്ടെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ ശക്തമായി തുടരുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ 59% വർധനവ് രേഖപ്പെടുത്തി. വിപണിയിൽ ചാഞ്ചാട്ടം ഉള്ളതിനാൽ നിക്ഷേപകർ ഈ ഓഹരികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കണം. Thank you.